വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിനെതിരെ സഞ്ജു സാംസൺ ഇന്ന് വീണ്ടും ഒരു സെഞ്ചുറി തൂക്കിയിട്ടുണ്ട്. ഈ സീസണിൽ നേടുന്ന രണ്ടാമത്തെ സെഞ്ചുറിയാണ് ഇന്ന് ചെന്നൈക്ക് വേണ്ടി സഞ്ജു സാംസൺ നേടിയത്. ഒട്ടനവധി റെക്കോർഡുകളാണ് തൻ്റെ പേരിൽ ഈ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ കുറിച്ചത്. 54 പന്തുകൾ നേരിട്ട് 6 സിക്സും 10 ഫോറും അടക്കമാണ് ഇന്ന് 101 റൺസ്. അവസാന ബോളിൽ ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്ന് സെഞ്ചുറി പൂർത്തിയാക്കിയത്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ക്രിഷ് ഭഗത് അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തുമ്പോൾ സഞ്ജുവിന് സെഞ്ചുറിയിലേക്ക് വേണ്ടിയിരുന്നത് 15 റൺസായിരുന്നു. ആദ്യ ബോൾ തന്നെ 6ലേക്ക് പറത്തുന്നു. പിന്നീട് 2 ഡോട്ട് ബോളുകൾ വരുന്നു. 4ാം ബോൾ വീണ്ടും 6ലേക്ക് പറത്തുന്നു. 5ാം ബോൾ വീണ്ടും ഡോട്ടാവുന്നു. അവസാന പന്ത് ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ട് ഈ സീസണിലെ 2ാം സെഞ്ചുറി സഞ്ജു സാംസൺ തൻ്റെ പേരിൽ കുറിക്കുന്നു. മുംബൈക്ക് വിജയലക്ഷ്യം 208. ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരമായി മാറുന്നു സഞ്ജു സാംസൺ. ഇത്തവണത്തെ IPL 31 ബൗണ്ടറികളാണ് ഇന്നത്തെ മത്സരത്തോടെ സഞ്ജു നേടിക്കഴിഞ്ഞത്. സിക്സുകളുടെ എണ്ണത്തിൽ 7ാം സ്ഥാനത്തെത്തുന്നു. 15 സിക്സുകളാണ് ഈ IPL ഇതുവരെ സഞ്ജു സാംസൺ നേടിയത്. റൺ വേട്ടക്കാരിൽ 3ാമനായി മാറുന്നു 297 റൺസോടെ. ഇങ്ങനെ ഒട്ടനവധി റെക്കോർഡുകളിലേക്കാണ് സഞ്ജു സാംസൺ നടന്നു നീങ്ങിയത്. ഇതിനു മുമ്പ് ഒരു സീസണിൽ 2 സെഞ്ചുറികൾ വീതം നേടിയ ക്രിസ് ഗെയിലിന്റെയും ഹാഷിം അംലയുടെയും ശിഖർ ധവാന്റെയും കൂടെ സഞ്ജു സാംസന്റെ പേരും ഇടം പിടിക്കുന്നു. ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മറുവശത്ത് അചഞ്ചലനായിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കൊണ്ടുവന്ന എല്ലാ വജ്രായുധങ്ങളെയും നെഞ്ചൂക്കോടെ നേരിട്ട് സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിന് പൊരുതാവുന്ന ഒരു സ്കോർ തന്നെയാണ് ഇന്ന് സഞ്ജു സാംസന്റെ സെഞ്ചുറിയോടെ നേടിക്കൊടുത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ ഫോമിലേക്ക് എത്തിയ മത്സരങ്ങളൊന്നും ചെന്നൈ തോറ്റിട്ടില്ല എന്നത് നോക്കുമ്പോൾ ഇന്ന് ഒരു പക്ഷേ മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയിക്കാൻ സാധ്യത ഏറെ തന്നെയാണ്. അത് മാത്രമല്ല, കാരണം സ്പിൻ ബൗളർമാരായ അഖിൽ ഹുസൈൻ്റെയും നൂർ അഹമ്മദിൻ്റെയും ബോളുകളെ എങ്ങനെ പ്രതിരോധിക്കുന്നു മുംബൈ ഇന്ത്യൻസ് എന്നതിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും ജയപരാജയങ്ങളുടെ വിലയിരുത്തൽ ഈ മത്സരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഗെയ്ക്വാദ് മൊത്ത് നല്ലൊരു തുടക്കം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് നിന്ന് ലഭിച്ചത്. പതിവിന് വിപരീതമായി 14 പന്തുകളിൽ 1 സിക്സ് 3 ഫോറും അടക്കം 22 റൺസ് നേടിയാണ് ഗെയ്ക്വാദ് മടങ്ങിയത്. പക്ഷേ പിന്നീട് വന്നവർക്കൊന്നും ഒരു ദീർഘ ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. സർഫറാസ് ഖാൻ 14 റൺസിന് പുറത്താകുന്നു. ശിവം ദൂബെ 5 റൺസിന് പുറത്താകുന്നു. ഡിവാൾ ബ്രേവിസ് 21 റൺസിന് പുറത്താകുന്നു. കാർത്തിക് ശർമ്മ 15 റൺസിന് പുറത്താകുന്നു. ജേമി ഓവർടൺ 18 റൺസിന് പുറത്താകുന്നു. വലിയൊരു ഇന്നിങ്സ് ഈ വന്നവർക്കാർക്കും കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറുവശത്ത് തന്മയത്വത്തോടെ ഒരു ക്ലാസും മാസും ചേർന്ന ഇന്നിങ്സാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. കളി കണ്ടവർക്കറിയാം, ഒരു ഓവറിൽ ഒരു ബൗണ്ടറി വന്നു കഴിഞ്ഞാൽ സിംഗിൾ എടുത്തുകൊണ്ട് സ്ട്രൈക്ക് കൈമാറുന്ന ഒരു മത്സരം. തൻ്റെ വിക്കറ്റിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കളിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് മുംബൈ ഇന്ത്യൻസിനെതിരെ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. മുംബൈ ഇന്ത്യൻസ് 11-ൽ ബിൽ ജാക്സ് ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. എന്തായാലും ശക്തമായൊരു ബാറ്റിംഗ് നിര തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. കാത്തിരിക്കാം മത്സരത്തിൻ്റെ അവസാന റിസൾട്ട് വരെ. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.